നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം. വെട്ടൻ ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് സ്വാഗതം. താനൂർ മണ്ഡലത്തിൽ ഒരു വികസനവും വി അബ്ദുറഹ്മാന് കഴിഞ്ഞ 10 വർഷമായി നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് തിരൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ. തലക്കാട് പഞ്ചായത്തിലെ കട്ടച്ചിറയിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ വെട്ടം ടെലിവിഷനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലക്കാട് പഞ്ചായത്തിലെ കട്ടച്ചിറയിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ ഞായറാഴ്ചയിലെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. നമുക്കിടയിൽ ജീവിച്ച് നമ്മളെ പോലെ ജീവിച്ച് തിരൂരിലെ വികസനം പൊരുതി നേടിയതാണെന്നും താനൂരിൽ ഒരു വികസനവും വി അബ്ദുറഹ്മാന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്നും കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. താനൂരിൽ ഏത് വികസനം പറയുന്നത് നോക്കിയിട്ട് അവിടുത്തെ ആളുകൾ പ്രതിഷേധം കണ്ടില്ലേ? അവിടെ 10 കൊല്ലം MLA-യും മന്ത്രിയുമായിട്ട് ഒന്നും നടത്താൻ കഴിയാത്ത ആളെന്നും പറഞ്ഞിട്ട് ആൾ അവിടെ വിമർശനം നടക്കുന്നത്. ആ വിമർശനം ഒന്ന് ഒതുക്കാൻ പറ അവിടെ പോയിട്ട്. എന്നിട്ട് മതിയിൽ അവിടെ വികസനം ഉണ്ടായി ഇവിടെ പറയുന്നത്. ഈ വികസനമൊക്കെ അവിടെ പോയി ഒന്ന് പ്രസംഗിക്കട്ടെ. അവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. ഇവിടെ മമ്മൂട്ടി ഉണ്ടാക്കിയ പദ്ധതികൾ പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറയുന്നത് വെള്ളം, കുടിവെള്ളം. വളവന്നൂരിൽ യത്തീങ്ങാനക്ക് സമീപത്ത് ഒരു വെള്ള സംഭരണി ഉണ്ടാക്കിയിട്ടുണ്ട്, ജല സംഭരണി ഉണ്ടാക്കിയിട്ടുണ്ട് മമ്മൂട്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അത് പൂർത്തീകരണത്തിന് എനിക്ക് അവസരം കിട്ടി. എന്നാൽ രണ്ടത്താണി അവിടെ ചെറുമുടം പഞ്ചായത്തിൽ നരിമടക്കുന്ന് എന്ന് പറഞ്ഞുകൊടുത്ത് ഒരു ജലസംഭരണി ഉണ്ടാക്കി. അതിപ്പോഴും അതേപോലെ കിടക്കുക, നോക്കുകുത്തിയായി കിടക്കുകയാണ്. മന്ത്രിയായിട്ടും ഭരണം ഉണ്ടായിട്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷത്തുള്ളവർ MLA ആയിട്ടും ഭരണം ഇല്ലാഞ്ഞിട്ടും എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ 4 പഞ്ചായത്തുകളിൽ വളവന്നൂർ, കൽപ്പകഞ്ചേരി, തിരുനാവായ, ആദവനാട് അപേക്ഷ തന്ന 33,000-ഓളം അപേക്ഷകരുണ്ടായിരുന്നു. ഇതിന് നേരത്തെ തന്ന കേട്ടോ, അപ്പോൾ പുതിയതായി തന്നവരെ പറ്റിയല്ല പറയുന്നത്. ഈ 33,000-ഓളം ഗാർഹിക കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടു വേണ്ടി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇതേപോലെ തന്നെ കൽപ്പഞ്ചേരി സ്കൂൾ വന്ന് നോക്കട്ടെ, തൊട്ടടുത്ത് താനൂർ മണ്ഡലത്തിലെ ഒരു ഗവൺമെൻറ് സ്കൂളാണ് പൊന്മുണ്ടം, ഹയർ സെക്കൻഡറിയാണ്. വാടക കെട്ടിടത്തില്ല, സ്വന്തം കെട്ടിടമില്ല, കളിസ്ഥലമില്ല, ലാബില്ല, ലാബറട്ടറി ഇല്ല, സ്റ്റാഫിന് ഇരിക്കാൻ റൂമില്ല. ഏത് വികസനം എന്നാണ് പറഞ്ഞത്? നിങ്ങളോട് പറഞ്ഞു അയാൾ അവിടെ ഒന്ന് പോയി നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറയും, അല്ലെങ്കിൽ 2 LDF-കാരെ കൊണ്ടിട്ട് നിങ്ങൾ കൂട്ടിയിട്ട് പോ, കൽപ്പഞ്ചേരി സ്കൂൾ സന്ദർശിക്ക്, പൊന്മുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശിക്ക്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറയാം വികസനം അവിടെയാണോ ഇവിടെയാണോ നടന്നു വരുന്നത്. ഇത് പൊരുതി വാങ്ങിയത് അവിടുത്തെ വികസനം ഈ ജനങ്ങൾ കൂടെ ഉണ്ടായതുകൊണ്ട്. ഈ ജനങ്ങളെൻ്റെ ബലം, ഇവരെൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ പൊരുതി വാങ്ങി. ആ ജനം എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇത് കാണുന്നത് അതുകൊണ്ടാണ്. കടലുണ്ടി റോഡ്, താഴെപ്പാലം കടലുണ്ടി റോഡ് ആരുടേതാണ്? അത് 3-4 മണ്ഡലം കൂടെ കടന്നു പോകുന്നതാണ്. അത് ചമ്രവട്ടത്തു നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ ഒരു MLA വേറുണ്ട്. തിരൂർക്ക് കടന്നാൽ ഇവിടെ ഒരു MLA ഞാനുണ്ട്. അത് കഴിഞ്ഞാൽ താനൂരി കുറച്ച് സ്ഥലത്ത് വേറൊരു MLA, അയാൾ മന്ത്രി വേണം. അപ്പുറത്ത് മജീദ് സാഹിബ് ഉണ്ട്. അതും കഴിഞ്ഞാൽ അമീദ് സാഹിബ് ഉണ്ട്. ഈ ഞങ്ങളെല്ലാ MLA-മാരും ഈ റോഡിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്, എല്ലാവരും. അതിൽ ഈ 5-6 ആൾ കൂട്ടത്തിൽ 6-ൽ ഒരു പങ്ക് അയാൾക്കുണ്ട്, ഒരാൾക്കല്ലല്ലോ, എല്ലാവരും കൂടിയല്ലേ. ചിലവരേൽ തക്കാളി മുറിച്ചിട്ടുണ്ടാവുള്ളൂ, ചിലർ ഉള്ളി വെട്ടി, ചിലർ മുളക് അരിഞ്ഞു, ചിലർ ചപ്പും പൊതിനൊക്കെ വെട്ടി, ചിലർ അരി കഴുകി, ചിലർ ഇറച്ചി കഴുകി, എല്ലാവരും കൂടി ബിരിയാണി വെച്ചത്. എന്നിട്ട് ഞാൻ പറയുന്നത് ഞാനാണ് ഇളക്കിയത്, ഞാൻ ആ ബിരിയാണി വെച്ചോന്ന് പറയണമായിരിക്കും. ബിരിയാണി വെപ്പേരൻ്റെ അഭിനയം വേണ്ട, അത് പറഞ്ഞേക്ക്. ഇതെല്ലാവരും ഞങ്ങൾ ഈ റോഡിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഇതിൻ്റെ ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പൊളിഞ്ഞ് 2 കൊല്ലമായിട്ടുള്ളൂ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. 3 വട്ടം റിപ്പയർ ചെയ്തു അത്. എന്നിട്ട് അവസാനം അത് ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഗവൺമെൻറ് കൊടുത്തിട്ട് 6 മാസത്തിന് റണ്ണിങ് കോൺട്രാക്റ്റാണ്. അതിനുള്ള പണം അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും എതിർ സ്ഥാനാർത്ഥിയും ഈ മണ്ഡലക്കാരാണ്. മൂപ്പര് വീടിന് മുമ്പ് എന്നെക്കാട്ടും കുറച്ചും കൂടി അടുത്താണ്. എന്നെക്കാൾ ഉത്സാഹത്തോടുകൂടി ചെയ്യേണ്ടതല്ലേ. താനൂരിലെ വിമർശനങ്ങൾക്ക് അബ്ദുറഹ്മാൻ മറുപടി പറയണം. കേരളത്തിലെ ഭരണമാറ്റം വോട്ടർമാർ തീരുമാനിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു.
വെട്ടം ന്യൂസ് തലക്കാട്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.